السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك الذين هدى الله فبهداه مقتدي. صدق الله مولانا. ബഹുമാനമുള്ള അധ്യക്ഷൻ ഫഖറുദ്ദീൻ തങ്ങളവറുകൾ, വന്ദ്യനായ ഉസ്താദ് MT അബ്ദുൽ മുസ്ലിയാർ, വേദിയിൽ ഉപവിഷ്ടരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ മുശാവറ അടക്കമുള്ള അതിൻ്റെ വിവിധങ്ങളാവുന്ന ഘടകങ്ങളുടെയും നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, ബഹുമാനമുള്ള പണ്ഡിതന്മാർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ മാത്താവുന്ന സദസ്സിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മഹത്തുക്കളാവുന്ന വ്യക്തിത്വങ്ങൾ, ബഹുമാനമുള്ളവരെ, നമ്മളൊക്കെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച പ്രസംഗങ്ങളാണ് ഇവിടുന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇവിടുത്തെ ഈ പ്രദേശത്തിന് നേതൃത്വം നൽകുന്ന ഖാദിമാർ, മറ്റ് പണ്ഡിതന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ പ്രസംഗിച്ച പ്രസംഗം സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതുകൊണ്ട് ഉണ്ടായ നേട്ടങ്ങളെ സംബന്ധിച്ചൊക്കെയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സൊക്കെ കുളിര അണിയുകയാണ്. മഹത്തുക്കളാവുന്ന നമ്മുടെ പൂർവികർ സ്ഥാപിച്ച ഈ സംഘടന, അതിൻ്റെ ഒരു ബർക്കത്ത്, അതിൻ്റെ ഒരു ഗുണമൊക്കെ നമുക്ക് മനസ്സിലായി കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു സംഘടന അത് ഓരോ കാലപ്പഴക്കം ചെല്ലുമ്പോൾ പല സംഘടനകൾക്കും ചിലപ്പോൾ ചില നിലക്കുള്ള ഒരു ബലഹീനത സംഭവിക്കാം. ഇതങ്ങനെയല്ല. ഇത് ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും ഇത് ശക്തിപ്പെട്ട് പോവുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധമാവുന്ന ദീന്, ആ ദീനിൻ്റെ സംരക്ഷണം, ആ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണ്ടാക്കും എന്നുള്ളത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ്റെ ഒരു പ്രഖ്യാപനമാണ്. അപ്പോൾ ദീൻ ഇവിടെ സംരക്ഷിക്കപ്പെടണം. അത് എങ്ങനെയെങ്കിലും സംരക്ഷിക്കപ്പെട്ടാൽ പോരാ, അത് യഥാർത്ഥ അതിൻ്റെ സ്വഭാവത്തിൽ ഇവിടെ സംരക്ഷിക്കപ്പെടണം. എല്ലാവരും ദീനെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും എല്ലാവരും വരണത്. ഏത് പ്രസ്ഥാനക്കാരും ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് അവർ വിശുദ്ധ ദീനിൻ്റെ വക്താക്കളായിട്ടായിരിക്കും. അതിന് അനുയോജ്യമായ നിലക്കുള്ള തെളിവുകളും മറ്റുമൊക്കെ നമ്മളെ മുന്നിൽ അവർ അവതരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അല്പജ്ഞാനികളാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതായിരിക്കും ശരി, അല്ലെങ്കിൽ അതായിരിക്കും ശരി. കേൾക്കണ ഓരോന്നും ഏത് പുതിയത് ഇവിടെ കേൾക്കുമ്പോഴും അതാണ് ശരി എന്നുള്ള നിലക്ക് അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ഈ സ്വഭാവം പാടില്ല എന്നതിലേക്കാണ് വിശുദ്ധ ഖുർആൻ്റെ പ്രത്യേകമാവുന്ന ഒരു മുന്നറിയിപ്പ്, നമ്മളോടുള്ള ഒരു കൽപ്പനയാണ്. ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദീ. ദീൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ദീനിക്ക് അതിൻ്റെ ആദ്യകാലം മുതൽ നേതൃത്വം നൽകിയതായ മഹാന്മാർ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള അമ്പിയാക്കന്മാർ, ആ അമ്പിയാക്കന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ, അവർ സ്വീകരിച്ചതായ അതിൻ്റെ ശൈലി, അവർ സ്വീകരിച്ചതായ മറ്റുള്ള നിലപാടുകൾ,
ഇതൊക്കെ അനുസരിച്ചാണ് നിങ്ങൾ ദീനിനെ മനസ്സിലാക്കേണ്ടത്. അവരുടെ ആ വിശുദ്ധമായ ശൈലിനോടും അവരുടെ വിശുദ്ധമായ ആ സ്വഭാവങ്ങളോടും അവർ സ്വീകരിച്ച ആ നിലപാടുകളിലായി കൊണ്ടാവണം നിങ്ങൾ ദീനിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതെന്ന് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഇത് പൂർണ്ണമായി മനസ്സിലാക്കിയവരാണ് മഹത്തുക്കളാവുന്ന നമ്മുടെ മുൻഗാമികൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ ഇവിടെ സ്ഥാപിച്ചവർ. കാരണം അവർ വിശുദ്ധ ദീൻ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഇവിടെ നിലനിൽക്കണം എന്നുള്ള ഒരു ഏറ്റവും വലിയ അതിനുവേണ്ടി വളരെയധികം ശ്രദ്ധിച്ച് പ്രവർത്തിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. അവരിൽ ആ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. മഹാന്മാരാവുന്ന ഉലായിക്കല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഭാവം കൊണ്ട്, പ്രവർത്തനങ്ങളെ കൊണ്ട്, മറ്റുള്ളതായ നിലപാടുകളെ കൊണ്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവരാണ്. ഇൽമു കൊണ്ടൊക്കെ അല്ലാഹു അനുഗ്രഹിച്ചവരാണ് മുൻഗാമികളാവുന്ന അല്ലാഹുവിൻ്റെ അമ്പിയാ. ആ സ്വഭാവങ്ങളാണ് ഇൽമിൻ്റെ വാഹകരിൽ ഉണ്ടാവേണ്ടത്, ഇൽമിന് വേണ്ടി പ്രവർത്തിക്കുന്നവരിൽ ഉണ്ടാവേണ്ടത്. അപ്പം ആ നിലക്ക് പ്രവർത്തിച്ചാലേ വിശുദ്ധമാവുന്ന ദീനിനെ ഇവിടെ നിലനിർത്താൻ സാധിക്കും. അതുകൊണ്ടുള്ള നമുക്കറിയാം, മഹാനാവുന്ന ഇമാം നവവി തങ്ങളെ ചരിത്രം, നവവി തങ്ങളെ ചരിത്രം പറയുന്ന സ്ഥലത്ത് മഹാന്മാരാവുന്ന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് ഇമാം ഷാഫി തങ്ങൾക്കുള്ള മദ്ഹബ് കേരളത്തിലും അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും അത് വ്യാപിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലാസിയമ്മ ബഅദ അൻ സാഫറ സാദത്തുൽ ഹവാരിമാന, ഹദർമികളാവുന്ന തങ്ങന്മാർ അവർ ലോകത്തിൻ്റെ പല ഭാഗത്തിലേക്കും അവർ മാറി താമസിച്ചു. എന്തിനു വേണ്ടി? വിശുദ്ധമാവുന്ന ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി, അതിൻ്റെ ദഅവത്തിന് വേണ്ടിയൊക്കെ അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അവരുടെ ആ പ്രയാണം വിശുദ്ധമാവുന്നതായ ഇമാം ഷാഫി തങ്ങൾക്കുള്ള മദ്ഹബ് അത് ഇന്ന പ്രദേശങ്ങളിലും ഇന്ന രാജ്യങ്ങളിലൊക്കെ വ്യാപിക്കാൻ അത് എന്തായിട്ടുണ്ട്, സാധിച്ചിട്ടുണ്ട്. എല്ലാ മദ്ഹബുകളും അങ്ങനെ തന്നെയാണ്. മഹാന്മാരാവുന്നതായ സാദാത്തുകൾക്ക് അതിലുള്ള പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെടുമ്പോൾ അതിന് നേതൃത്വം നൽകിയത് സാദാത്യങ്ങളിൽപ്പെട്ട വലിയൊരു സയ്യിദായിരുന്നു. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി മുല്ലക്കോയ തങ്ങൾ. അവർ ബഅലവി കുടുംബത്തിൽപ്പെട്ട മഹാനായിരുന്നു. അവർ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ വലിയായിരുന്നു. മഹാനാവുന്ന ശൈഖുന ശംസുൽ ഉലമാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഖുതുബീങ്ങളിൽപ്പെട്ട മഹാനായിരുന്നു. അപ്പോൾ അങ്ങനത്തെ വലിയ മഹാന്മാർ ഹദറമിൽ നിന്ന്, അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്തു യമാനിയത്തും. ഈമാനായിട്ട് ഇവിടെ പലരും പല രാജ്യത്തും വരും. പക്ഷെ അത് കളങ്കമില്ലാത്തതാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് യമൻ നിന്ന് വരുന്നതായ ഈമാനാവണം എന്നാണ്. അതിലാണ് അതിൻ്റെ ഒരു യഥാർത്ഥ രൂപം ഉണ്ടാവുന്നത്. അതാണ് അൽ ഈമാനു യമാനി. ഇൽമിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ. ഹിക്മത്ത് യമാനിയത്താണെന്ന് പറഞ്ഞാൽ ഹിക്മത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാനപരമായ സ്വഭാവ ഗുണങ്ങൾ ആ ഹിക്മത്ത് നൽകപ്പെടുന്ന ആളിലുണ്ടാവണം. ഒമൻ യൂത്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറാൻ. അങ്ങനെയാണ്. ഹിക്മത്ത് നൽകപ്പെട്ടാൽ അവൻക്ക് ധാരാളം ഖൈർ നൽകപ്പെട്ടതാണ്. ഹിക്മത്ത് നൽകപ്പെടണമെന്നുണ്ടെങ്കിൽ ഹിക്മത്ത് നൽകപ്പെടുന്ന ആളിലുണ്ടാവേണ്ടത്, അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടത്, മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ പറഞ്ഞതുപോലെ അവനിൽ ശരിയായ തഖ്വ സുഹൂദൊക്കെ ഉണ്ടാവണം. അപ്പോൾ സുഹൂദും തഖ്വയൊക്കെ ഉള്ള ആൾക്ക് ഹിക്മത്ത് നൽകപ്പെടുള്ളൂ. അങ്ങനെ ഹിക്മത്ത് നൽകപ്പെട്ട് കഴിഞ്ഞാൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ധാരാളം ഖൈറുകൾ, ഭൗതികമായ നിലക്കുള്ള നേട്ടങ്ങളും ഉഖ്റവിയാവുന്ന നേട്ടങ്ങളും എല്ലാ നേട്ടങ്ങളും അവനക്ക് നൽകപ്പെട്ടു. അപ്പം അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് യമൻ എന്നുള്ള ആ സ്വഭാവം അനുസരിച്ച് അതാണ് ആ ഈമാൻ യമാനി വൽ ഹിക്മത്ത് യമാനി. അതാണ് മഹാന്മാരാവുന്ന സാദാത്തുക്കൾ ഇവിടെ വന്നപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൽ
വലിയ വലിയ കബീലയിൽപ്പെട്ട ഒരുപാട് സാദാത്തുക്കൾ ഇവിടെ വന്നു. അതായിരുന്നു ഒന്ന് ബഹുമാനപ്പെട്ട ബാലവി സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങളുടെ പരമ്പരയാവുന്ന ആ ബാലവി കബീലിൽപ്പെട്ടതായ ഒരുപാട് സാദാത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ആലുൽ ജുഫരി എന്ന് പറഞ്ഞ് ജുഫി കബീലിൽപ്പെട്ട പല സാദാത്തുക്കൾ ഇവിടെ വന്നു. ആലു ജമലയിൽപ്പെട്ട പല സാദാത്തുക്കൾ ഇവിടെ വന്നു. ആലു ശിഹാബുദ്ദീനിൽപ്പെട്ട പല സാദാത്തുക്കൾ ഇവിടെ വന്നു. ആലുൽ ഹൈദുറൂസിൽപ്പെട്ടതായ പല സാദാത്തുക്കൾ ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് തന്നെ പരിശോധിച്ച് നോക്കിയാൽ പല ഭാഗങ്ങളിലും ഈ ദീനിന് ഇവിടെ നേതൃത്വം നൽകിയവർ അത് ഇതുപോലുള്ള സാദാത്തുക്കളായിരിക്കും. ആ സാദാത്തുക്കളോടൊപ്പം നിന്ന് അവരൊക്കെ വലിയ പണ്ഡിതന്മാരായിരുന്നു. അവരൊപ്പം നിന്ന് മഹാന്മാരാവുന്ന പണ്ഡിതന്മാരും അവരെ കൂടെ ഒന്നും കൊണ്ടിട്ട് അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ വളർന്ന് പന്തലിക്കാനൊക്കെ ഉള്ള കാരണം. അപ്പം നമ്മൾ കേരളത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാലോ, കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപാട് മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, പല കബീലയിൽപ്പെട്ട സാദാത്തുക്കൾ ഇവിടെ താമസിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ വടക്ക് പരിശോധിച്ച് നോക്കിയാൽ, തെക്ക് പരിശോധിച്ച് നോക്കിയാൽ, മധ്യ കേരളത്തിൽ പരിശോധിച്ച് നോക്കിയാലൊക്കെ അങ്ങനെയാണ്. ഒരുപാട് മഹാന്മാരാവുന്ന സാദാത്തുക്കൾ അവരുടെ പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടുണ്ട്, അവർക്കുള്ളതായ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ സാന്നിധ്യവും അവരുടെ പ്രവർത്തനമൊക്കെ വിശുദ്ധമാവുന്നതായ ഈ നമ്മൾ പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഥവാ സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യുന്നതായ ഈ ആദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടാനും അതിനെ ഇവിടെ പ്രബോധനം ചെയ്യപ്പെടാനും ഒക്കെ വളരെയധികം എളുപ്പമായിക്കൊണ്ട് സാധിച്ചു. കാരണം എന്തുകൊണ്ട്? അവരുടെ ജീവിത രീതി അങ്ങനെയായിരുന്നു. മഹാന്മാരാവുന്ന സാദാത്തുക്കളുടെ ജീവിത രീതി അങ്ങനെയായിരുന്നു. അവരുടെ ജീവിതത്തിലുള്ള ഓരോന്നും നമുക്ക് പിൻപറ്റപ്പെടാൻ പറ്റിയതായിരുന്നു. ഇവിടെ പറയപ്പെടുന്ന ഞാനിപ്പോൾ പറഞ്ഞ ഏത് കബീലയിലുള്ള തങ്ങന്മാർ അന്ന് ജീവിച്ചവർ അവരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ജീവിത രീതി അത് മഹാന്മാരാവുന്നതായ വിശുദ്ധാത്മാക്കളാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ ഔലിയായിലൊക്കെ ഉണ്ടായിരുന്ന ആ സ്വഭാവ ഗുണങ്ങൾ അവരിലുണ്ടായിരുന്നു. അപ്പം അവരുടെ ആ പ്രവർത്തനം കണ്ട് ജനങ്ങൾ വിശുദ്ധമാവുന്ന ഈ ശരീരത്തിലേക്ക്, വിശുദ്ധമാവുന്ന ഈ ദീനിലേക്ക് അവർ ആകർഷകരായി ജനങ്ങൾ. അപ്പം ജനങ്ങളെ ആകർഷിപ്പിക്കണ നിലക്കുള്ള ഉന്നതമാവുന്ന സ്വഭാവ ഗുണങ്ങൾ, ആ ഗുണങ്ങൾ മഹാന്മാരാവുന്നതായ സാദാത്തുക്കൾ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ പല തങ്ങന്മാരെയും പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, അവരൊക്കെ വളരെയധികം ദീനിൻ്റെ സ്വഭാവങ്ങളുള്ളവരായപ്പോൾ അവരിലേക്ക് ജനങ്ങളെന്തായി ആകർഷിച്ചു. അങ്ങനത്തെ പല കുടുംബങ്ങളും നമ്മളെ കേരളത്തിൽ തന്നെ ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇരിക്കുന്നത് മൊയ്നലി ശിഹാബ് തങ്ങളടക്കമുള്ള ഒരുപാട് ശിഹാബ് കബീലയിൽപ്പെട്ടതായ സാദാത്തുക്കളുണ്ട്. നമ്മൾ പാണക്കാട് തങ്ങന്മാരെന്നൊക്കെ പറയുന്നത് പോലുള്ള അവർ അവിടെയും അവിടെ അല്ലാത്ത സ്ഥലത്തൊക്കെ ജീവിക്കുന്ന ഒരുപാട് സാദാത്തുക്കൾ, ആലു ശിഹാബുദ്ദീൻ കബീലയിൽപ്പെട്ട ഒരുപാട് സാദാത്തുക്കളുണ്ട്. അതുപോലെ തന്നെ മഹാനാവുന്ന മമ്പുറം തങ്ങൾ, അവരെ കുടുംബം ഇവിടെ വല്ലാതെ ഒന്നും ഇല്ലെങ്കിലും അത് മൗലദ് ദവീല എന്ന് പറഞ്ഞൊരു കുടുംബമാണ്. അത് ആ മൗലദ് ദവീല എന്ന് പറഞ്ഞ കുടുംബം ഇവിടെ അധികമില്ല എന്നല്ല, ഇവിടെ തീരെ തന്നെ ഇല്ല എന്ന് പറയാം കേരളത്തിൽ പരിശോധിച്ച് നോക്കിയാൽ. അവർ പക്ഷേ ബഹുമാനപ്പെട്ട തങ്ങൾ കാന ഉമ്മത്തെന്ന് പറഞ്ഞല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി. അവരുടെ ആ ജീവിത കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ അവർ മറ്റൊരു വ്യക്തിയാണെങ്കിലും അത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവരുടെ ആ പ്രവർത്തനവും അവർക്കുള്ളതായ ആ ആത്മീയമാവുന്ന ആ നേതൃത്വമൊക്കെ ഫലം ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു വലിയൊരു നിലക്കുള്ളൊരു പടർന്ന് പന്തലിച്ചിട്ട് അവരെ കുടുംബമില്ലെങ്കിലും അവരുടെ പ്രവർത്തനം എന്തായിട്ടുണ്ട്, കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈദുറൂസ് കബീലയിൽപ്പെട്ടതായ തങ്ങമൻ ബഹുമാനപ്പെട്ട അസരി തങ്ങളൊക്കെ ആ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ ഹൈദുറൂസി തങ്ങളെപ്പോലെ ഒരുപാട് മഹാന്മാർ ആ കുടുംബത്തിലുണ്ട്. ജമലി കുടുംബത്തിൽപ്പെട്ടത് ആ കുടുംബം അതുപോലെ തന്നെ വളരെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പരന്നു കിടക്കുന്ന ഒരു കുടുംബമാണ്. അവരുടെ എൻ്റെ ഉമ്മയൊക്കെ ആ കുടുംബത്തിൽപ്പെട്ടത്, എൻ്റെ ഭാര്യയൊക്കെ ആ കുടുംബത്തിൽപ്പെട്ടത്. അവരുടെ ആ പിതാമഹൻ ഇവിടെ വരുന്നത് തന്നെ വലിയൊരു അത്ഭുതം കാണിച്ചുകൊണ്ടാണ് അവരിവിടെ വരുന്നത്.
അവർ കടലുണ്ടി ആസ്ഥാനമായി കൊണ്ടാണ് അവർ പ്രവർത്തിച്ചതും ജീവിച്ചതൊക്കെ. പക്ഷെ അവരുടെ അന്നത്തെ ആ പ്രവർത്തനത്തിൻ്റെ ഗുണം ആ പ്രദേശങ്ങളിലും ആ ഭാഗങ്ങളിലൊക്കെ എന്തായി, അത് വലിയ ഗുണം ചെയ്തു. അതുപോലെ തന്നെ ജുഫ്രി എന്ന് പറഞ്ഞ ജുഫിയിൽ കബീൽപ്പെട്ട മഹാന്മാരാവുന്ന പല സാദാത്തുക്കളും ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് കോഴിക്കോടുണ്ടായിരുന്ന ഷെയ്ഖ് ജിഫ്രി. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു. വിലായത്തിനോട് ബന്ധപ്പെട്ട, തൗഹീദിനോട് ബന്ധപ്പെട്ട, മുഖ്തദീങ്ങളുടെ റദ്ദിനോട് ബന്ധപ്പെട്ട, അതോടൊപ്പം തന്നെ തസവുഫിനോട് ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച വലിയ ആലിമായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫ്രി. അവരുടെ അഞ്ചൻ സെയ്ദ് ഹസൻ ജിഫ്രി തങ്ങൾ, ഇതൊക്കെ മമ്പുറം തങ്ങളെ അമ്മാമ്മമാർ കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പിതാമഹൻ സെയ്ദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ, അവർ മമ്പുറം തങ്ങളെ പെങ്ങളെ മകനാണ്. അദ്ദേഹവും വലിയ ആലിമും അതുപോലെ തന്നെ ഖാദിരിയ തരീഖത്തിൻ്റെ ഷെയ്ഖൊക്കെ ആയിരുന്നു. ഇങ്ങനത്തെ മഹാന്മാർ ഇവിടെ വന്നു, ജനങ്ങളെ സമുദ്ധരിച്ചു, അവരെ ആത്മീയതയിൽ കൂടി അവർ സഞ്ചരിപ്പിച്ചു. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെടുന്നതിൻ്റെ മുമ്പും മഹത്തുക്കളാവുന്ന മഹാന്മാരാവുന്ന അതുപോലുള്ള പണ്ഡിതന്മാരും സാദാത്തുക്കളൊക്കെ ഒറ്റപ്പെട്ടും അവർ സംഘടിതമായിട്ടൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലം നമ്മൾ കേരളത്തിലുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കുടുംബം തന്നെയാണ് ആലു ശിഹാബുദ്ദീൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരുടെ കുടുംബമൊക്കെ. അവരും തന്നെ ഒരു കാലഘട്ടത്തിൽ അവരുടെയും ആ പ്രവർത്തനവും അവരുടെ ആ നേതൃത്വമൊക്കെ കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും നമ്മളെ ആശയങ്ങളൊക്കെ വളർത്തുന്നതിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതാണ് ഈമാൻ യമാനിയാണ്, ഹിക്മത്ത് യമാനിയത്താണ് എന്ന് പറയാൻ കാരണം. അപ്പം മഹാന്മാരാവുന്ന സാദാത്തുക്കളും അതുപോലെ അന്ന് ജീവിച്ചിരുന്ന വിശുദ്ധരാവുന്ന ഉലായിക്കല്ലദീന ഹദല്ലാഹ് ഫബി ഉദാഹു മുഖ്തദി, ആ സ്വഭാവത്തിലുള്ളതായ പണ്ഡിതന്മാർ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ. ഖുലഫാഉ റാഷിദീൻ്റെ സുന്നത്ത് പറയാൻ കാരണം എന്താ? അവർ ഉലായിക്കല്ലദീന ഹദല്ലാഹ് ഫബി ഉദാഹു മുഖ്തദി എന്ന് റസൂലുള്ളാഹിനോട് കൽപ്പിക്കപ്പെട്ടതുപോലെ മഹാന്മാരാവുന്നതായ അവരെ മുൻഗാമികൾക്കുള്ള ആ സ്വഭാവങ്ങളോടും ആ വീക്ഷണങ്ങളോടും ആ നിലപാടുകളോടും ഒക്കെ പൂർണ്ണമായും കൊണ്ട് അതിനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പ്രവർത്തിച്ചവരാണ്. അതാണ് അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ. ഖുലഫാഉ റാഷിദീൻ്റെ സുന്നത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിലൊരു തെറ്റും ഉണ്ടാവില്ല. റസൂലുള്ളാഹിന്റെ സുന്നത്ത് എന്ന് മാത്രം പറഞ്ഞാൽ പോലെ അത് പറഞ്ഞുകൊണ്ട് നിർത്തിയില്ല. കാരണം ഖുലഫാഉ റാഷിദീങ്ങളുമായി ബന്ധപ്പെട്ടവർ ഖുലഫാഉ റാഷിദീങ്ങൾ, അതാണ് മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ തന്നെ. ഇമാം മാലിക് തങ്ങളാണെങ്കിലും ഇമാം അബു ഹനീഫ തങ്ങളാണെങ്കിലും ഇമാം ഷാഫിഈ തങ്ങളാണെങ്കിലും ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണെങ്കിലും ഇവരൊക്കെ അവരെ മദ്ഹബിലേക്ക് അടിസ്ഥാനമാക്കിയതിൽ ഏറ്റവും പ്രധാനമായത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിൻ്റെയും ഒപ്പം തന്നെ ഖുലഫാഇൻ്റെ കാലഘട്ടത്തിലുള്ള തീരുമാനങ്ങളും അവരെ ഫത്വകളൊക്കെ പരിശോധിച്ചു. അതടിസ്ഥാനത്തിലാണ് അവരെ മദ്ഹബുകൾ എന്തായിട്ടുള്ളത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹാന്മാരാവുന്ന മുൻഗാമികളാവുന്ന മഹത്തുക്കളാവുന്ന നമ്മുടെ ആ പൂർവികർ. അത് വിശുദ്ധമാവുന്നൊരു പാരമ്പര്യമാണ്. ആ വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത്, ആ സഹാബത്തിൻ്റെ ആ ചര്യ അതേപോലെ പിൻപറ്റി പോന്ന താബിഈങ്ങൾ അങ്ങനെ നമ്മളിലേക്ക് എത്തുന്ന ഈ വിശുദ്ധ പാരമ്പര്യം, ആ പാരമ്പര്യത്തിന് ഒരു കുഴപ്പമില്ല. ആ പാരമ്പര്യം അനുസരിച്ച് ജീവിച്ച് പ്രവർത്തിച്ചവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതിന് നേതൃത്വം നൽകിയ അതിൻ്റെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാരും അതിൻ്റെ സാദാത്തുക്കളും അവരെ സഹായിച്ചു കൊണ്ടുനിന്ന അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഉമറാവ്. അങ്ങനെയാണ് ഉലമാവിൻ്റെ കൂടെ നിന്നും കൊണ്ട് ഉലമാവിക്ക് ആവശ്യമാവുന്ന സഹകരണങ്ങൾ ചെയ്തു കൊടുത്തു. അതല്ലേ ഉമറാവ് ചെയ്തത്. അത് ഉലമാവിൻ്റെ തീരുമാനങ്ങളും ഉലമാവിൻ്റെ അഭിപ്രായങ്ങളും പൂർണ്ണമായി മാനിച്ചു കൊണ്ടിട്ട് പ്രവർത്തിച്ചവരായിരുന്നു ആ മുൻകഴിഞ്ഞ ഉമറാവ്. സാധാരണക്കാരും അങ്ങനെയായിരുന്നു. സാധാരണക്കാരും വേണം ഇവിടെ ദീൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ. ഉലമാവും ഉമറാവും മാത്രം ഉണ്ടായാൽ പോരാ, ഇവിടെ പണമുള്ളവർ വേണം, എന്നാലേ ദീൻ ഉണ്ടാവുള്ളൂ. അവരുടെ സഹായം കൂടി ദീൻ വളർത്താൻ ആവശ്യമാണ്. ഇവിടെ ഉമറാവിൻ്റെ സഹായം ആവശ്യമാണ്, ഉലമാവിൻ്റെ സഹായം ആവശ്യമാണ്. അത് മാത്രം പോരാ,
സാധാരണക്കാരന് വേണം ദീനിൻ്റെ വളർച്ചയ്ക്ക്. അപ്പം ദീനിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാവുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളിൽപ്പെട്ട എല്ലാവരും അത് പ്രധാനമായി കൊണ്ടിട്ട് അവർ സഹകരിച്ചു, കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചതാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബത്ത് മനസ്സിലാക്കിയ വിശുദ്ധമായ അഖീദയും സഹാബത്ത് മനസ്സിലാക്കിയ വിശുദ്ധമാവുന്ന ആ കർമ്മങ്ങളും ആ ആചാരങ്ങളും ഒക്കെ അത് പൂർണ്ണമായും കൊണ്ട് സംരക്ഷിച്ചു പോരാൻ വേണ്ടിയുള്ള ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അപ്പോൾ ആ സംഘടനയുടെ പ്രവർത്തനം കേരളത്തിൽ ഒന്നായിട്ട് അത് വ്യാപിച്ചു കിടക്കുകയാണ്. കേരള ഇതര സംസ്ഥാനങ്ങളിലേക്കും അത് പടർന്നുകൊണ്ടിരിക്കുകയാണ്, അത് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ തമിഴ്നാട്ടിൻ്റെ പല ഭാഗങ്ങളിലും സമസ്ത കേരള ജമീയത്തുൽ ഉലമ പ്രത്യേകം താല്പര്യം എടുത്തുകൊണ്ടിട്ട് പല സ്ഥാപനങ്ങളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ ഇനിയും ഈ അപ്പൊ കന്യാകുമാരി ജില്ലയിലും ഇവിടെ ഈ ദേവർകോവിൽ നാഗർകോവിലിനെ ആസ്ഥാനമാക്കിക്കൊണ്ട് കേന്ദ്രമാക്കിക്കൊണ്ടിട്ട് ഒരു സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഒരു സ്ഥാപനം വേണമെന്നുള്ളത് ഇതിനോട് ബന്ധപ്പെട്ട പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഞങ്ങളുടെ ഈ 100ാം വാർഷിക പദ്ധതിയിൽ അത് ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് അതിന് വേണ്ട ഒരു സ്ഥാപനം ഇവിടെ നൽകാമെന്നുള്ളത് ബഹുമാനപ്പെട്ട MT ഉസ്താദും ഞാനൊക്കെ കൂടി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു സ്ഥാപനം ഞങ്ങൾ സ്ഥാപിച്ചു തരും. പക്ഷേ അതിൻ്റെ നടത്തിപ്പ് നിങ്ങൾ നടത്തണം. അതിന് സമസ്തയിരുന്നിട്ട് ഒരു പൈസയും കിട്ടൂല. അപ്പം നടത്താൻ ആവശ്യമാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. സ്ഥാപനത്തിന് അടിസ്ഥാനപരമാകുന്ന അതിൻ്റെ ബിൽഡിങ്ങും മറ്റുമൊക്കെ അത് ഞങ്ങൾ അത് ശരിയാക്കി തരും. അത് ഉറപ്പ് തരികയാണ്. ഈ പദ്ധതിയിൽ അത് ഉൾപ്പെടുത്താം, നമുക്ക് വേണ്ടത് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളെ വിശ്വാസം അത് എങ്ങനെയെങ്കിലും ആയാൽ പോരാ. ആ വിശ്വാസം ശരിയായ വിശ്വാസമാവണം. നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് ശരിയായ രൂപത്തിലാവണം. നമ്മളെ വിശ്വാസത്തിലേക്ക് തകരാറുണ്ടാവാൻ പാടില്ല. അങ്ങനെയല്ലേ ഇപ്പം നമ്മളെ വിശ്വാസത്തിനെ തവസ്സുൽ ഇസ്തിഗാസ കൊണ്ടിട്ട് നമ്മളെ വിശ്വാസത്തിലേക്ക് തകരാറ് വരുമെന്ന് പറയുന്ന ഒരു കൂട്ടർ ഇവിടെ ഉണ്ട്. അപ്പം തവസ്സുൽ ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരാഴ്ച മുമ്പ് ഞാൻ തൃശ്ശൂർ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ മിസ്ർ എന്നുള്ള കുറേ പണ്ഡിതന്മാരുണ്ട്, മിസ്ർ എന്നുള്ള ഒമാൻ എന്നുള്ള കുറേ പണ്ഡിതന്മാരുണ്ട്, പിന്നെ മറ്റ് പല യമൻ എന്നുള്ള കുറേ പണ്ഡിതന്മാരുണ്ട്. അപ്പം ഞാനവിടെ ചെന്ന് ഞാനവിടെ ഒരു അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നു. അവരെ ഒരു കെട്ടിടത്തിൻ്റെ അതിൻ്റെ ശേഷം അവരുടെ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ കുട്ടികൾക്ക് സനത് വിതരണം ചെയ്തു. അപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ മുമ്പായിട്ട് ആ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തപ്പോൾ മിസ്ർ എന്നുള്ളൊരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അടുത്തേന്ന് ഇരുന്നിട്ടുണ്ട്. അപ്പം അയാളോട് ഞാൻ ഒരുപാട് സംസാരിച്ചു. ആ സംസാരിച്ചപ്പോൾ ഞാൻ അയാളുടെ പാണ്ഡിത്യം ഞാൻ മനസ്സിലാക്കി. അപ്പം ഞാൻ എന്ത് പറഞ്ഞു, അവിടെ ആദ്യം ആ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തിട്ട് അവിടെ ഒരു ദുആ വേണം. അപ്പം എന്നോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അവിടുത്തെ സംഘാടകരും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ. അപ്പം ഞാൻ ആ പണ്ഡിതനെ ഏൽപ്പിച്ചു, അയാൾ ദുആ ചെയ്യട്ടെ എന്ന്. അപ്പം അയാളെ ദുആ കേട്ടു നോക്കുമ്പോൾ അയാൾ തവസ്സുൽ ചെയ്യുന്നത് കേട്ടപ്പോൾ നമുക്കൊന്നും തീരെ തവസ്സുൽ ഇല്ലാതാണ് എനിക്ക് തോന്നിയത്. അയാൾ ദുആ കഅബത്തിനെ കൊണ്ട് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിബൈതിക്കൽ ഹറാം വബിൽ കഅബത്തിൽ മുശറഫ, അങ്ങനെ കഅബത്തിനെ കൊണ്ട് തവസ്സുൽ ചെയ്ത്, മഖാം ഇബ്രാഹിമിനെ കൊണ്ട് തവസ്സുൽ ചെയ്ത്, അതിൻ്റെ റുക്കനുകളെ കൊണ്ട് തവസ്സുൽ ചെയ്ത്, കഅബത്തിനോട് ബന്ധപ്പെട്ട എല്ലാ അതിന് അണിയിക്കപ്പെട്ട വസ്ത്രം കൊണ്ട് തവസ്സുൽ ചെയ്യണ്, മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരെ കൊണ്ട് തവസ്സുൽ ചെയ്യണ്, അമ്പിയാക്കന്മാരോട് ബന്ധപ്പെട്ടതായ സ്ഥലങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യണത്, ബൈത്തുൽ മുഖദ്ദിസിനെ കൊണ്ട് തവസ്സുൽ ചെയ്ത്, ബൈത്തുൽ മുഖദ്ദിസിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യണ്. ഇങ്ങനെയൊക്കെ തവസ്സുൽ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പം തവസ്സുൽ ഇസ്തിഗാസ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മാത്രം ഒരു പണിയല്ലത്.
അത് ലോകാടിസ്ഥാനത്തിൽ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അംഗീകരിച്ചതായ ഒരു സംഗതിയാണ്. അങ്ങനെ തന്നെ നമ്മുടെ ഓരോന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അതൊന്നും തിരുത്തി പറയേണ്ടതായ ഒരാവശ്യം നമ്മൾക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഖുത്ബ പരിഭാഷ ചെയ്യാൻ പാടില്ല, നമ്മൾ ഖുത്ബ പരിഭാഷ ചെയ്യാൻ പാടില്ല ഇന്നേ വരെ അത് തന്നെയാണ് പറയുന്നത്, മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. തറാവീഹിൻ്റെ എണ്ണം അത് 20 പറഞ്ഞാൽ അത് ഖിയാമത്ത് നാൾ വരെ അത് 20 നമ്മൾ പറയണത്, മാറ്റി പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഓരോ അഖീദകളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതൊക്കെ വളരെ വ്യക്തമാവുന്നതായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് സ്ഥിരപ്പെടപ്പെട്ട സംഗതികളാണ്. അപ്പം അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് അതിൻ്റെ ഫത്വകൾ അത് മാറ്റി പറയേണ്ട ആവശ്യമുണ്ട്. എത്രയോ ഫത്വകൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മുൻഗാമികളായ ഉസാത്തിയത്ത് നൽകി ഇപ്പം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും മാറ്റേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം അത്ര വളരെയധികം പരിശോധിച്ചുകൊണ്ടായിരിക്കും, വളരെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ഒരു ഫത്വ നമ്മൾ എഴുതുക. ഇപ്പം എവിടേക്ക് ഒരു പലരും പല ഫത്വകളും ജുമാ തുടങ്ങുന്നതിനെ പറ്റിയും തുടങ്ങാത്തതിനെ പറ്റിയൊക്കെ കൊടുത്തു. അതൊക്കെ മാറ്റി പറയേണ്ട ആവശ്യം വരും. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം സമസ്തനോട് ചോദിക്കപ്പെട്ടാൽ ഒരു സ്ഥലത്ത് ജുമാ തുടങ്ങാൻ പറ്റുമോ, ഞങ്ങളത് വളരെ പരിശോധിച്ചിട്ടേ ജുമാ തുടങ്ങാൻ പറ്റുമെന്ന് പറയുള്ളൂ. ജുമാ തുടങ്ങാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ തുടങ്ങിക്കോന്ന് പറയുള്ളൂ. അപ്പോൾ അത് വളരെ ആലോചിച്ച് ഞങ്ങൾ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ പണ്ഡിതന്മാർ, അത് ഇന്ന് ജീവിക്കുന്ന പണ്ഡിതന്മാരും കഴിഞ്ഞുപോയ നമ്മുടെ മഹാന്മാരാകുന്ന അസാധ്യത്തൊക്കെ വളരെ ആലോചിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യൽ. അപ്പോൾ ആ നിലക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സംഘടനയെ സംബന്ധിച്ചൊരു വിശ്വാസമുണ്ട്. ഇത് അവരുടെ ഈമാൻ സംരക്ഷിക്കുന്ന സംഘടനയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ദീനിയാവുന്ന അവരുടെ അമാലുകൾ അതിനെ സംരക്ഷിക്കുന്ന ഒരു സംഘടനയാണ്. മുസ്ലിങ്ങൾ ചെയ്യേണ്ടതായ അവരുടെ ഈ ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളെ തെളിവനുസരിച്ച് അതിനെ രേഖപ്പെടുത്തിക്കൊണ്ടിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതായ ഒരു സംഘടനയാണ്. അതോടുകൂടെ ഈ ഇന്ത്യ രാജ്യം പോലത്തെ രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങളാവുന്ന നമ്മൾ എങ്ങനെയാണ് നമ്മളിവിടെ ജീവിക്കേണ്ടത്, അങ്ങനെയാണ് അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആ സാന്നിധ്യം ഇവിടെ വർഗീയത തീവ്രവാദമൊക്കെ ഇല്ലാതെയാക്കുന്നതിൽ കേരളത്തിൽ അത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുപോലെ ജനങ്ങൾക്ക് ആവശ്യമാവുന്ന എല്ലാ വിദ്യാഭ്യാസങ്ങളും, ശരീഅത്ത് എതിർക്കാത്ത എല്ലാ വിദ്യാഭ്യാസങ്ങളും, പക്ഷേ അതിന് അടിസ്ഥാനപരമായിട്ട് ആത്മീയമാവുന്ന വിദ്യാഭ്യാസം, ശർഈയാവുന്ന വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അത് ഹൃദയത്തിൽ, കുട്ടികളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം ശരിക്കും. അല്ലാതെ ഭൗതികമായ വിദ്യാഭ്യാസം നൽകിയാൽ അതുകൊണ്ടുണ്ടാവുന്ന അനർത്ഥങ്ങൾ പലതായിരിക്കും. അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്, പല അനർത്ഥങ്ങളും കാണും. അപ്പോൾ അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് വളരെയധികം ആലോചിച്ചാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ചെയ്യാറുള്ളത്. അപ്പം ഇങ്ങനത്തെ വലിയ ബൃഹത്താവുന്ന മഹത്താവുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അത് 100 വർഷം ഇവിടെ തയ്ച്ചു. അതിൻ്റെ 100ാം വാർഷികം ഈ വരുന്ന 2026 ഫെബ്രുവരി ആദ്യവാദ്യത്തിൽ വാരത്തിൽ 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ ഒരു അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ള ഒരു സമ്മേളനം പുരിയിൽ വെച്ചുകൊണ്ട് നടത്തുന്നു. അതിനെല്ലാവരും അതിനോട് സഹകരിക്കണം. പലരും സഹകരിച്ചിട്ടുണ്ട്, എല്ലാ നിലക്കും സഹകരിച്ചിട്ടുണ്ട്. സഹകരിച്ച എല്ലാവർക്കും എല്ലാ നിലക്കുള്ളതായ നന്ദി രേഖപ്പെടുത്തുകയും അതോടൊപ്പം അവരുടെ ആ സഹായങ്ങളും സഹകരണങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കബൂൾ ചെയ്യട്ടെ. ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, ഈ രാജ്യത്തിൻ്റെ ഗുണത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഇവിടെ വർഗീയ വിഷം അത് നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. നമ്മളിവിടെ തീവ്രത അത് നമ്മളോട് യോജിച്ചതായി, അത് ഇസ്ലാമിൻ്റെ ഒരു ശൈലിയല്ല. തീവ്രത എന്നാണ് വർഗീയ സ്വഭാവം, അത് ഇസ്ലാമിൻ്റെ ഒരു ശൈലിയല്ല. അപ്പം അതൊക്കെ വളരെയധികം കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു സ്വഭാവമാണ് മുൻഗാമികളാവുന്ന സാദാത്തുക്കളും മുൻഗാമികളാവുന്ന നമ്മുടെ ഉലമാക്കളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ ഒരു തീയതിയിൽ കൂടി തന്നെ നമ്മൾ പോകണം. അന്നൽക്ക് ബഹുമാനപ്പെട്ട MT ഉസ്താദൊക്കെ പറഞ്ഞതുപോലെ ഇത് കേരളത്തിൽ മാത്രമല്ല, ഇതിൻ്റെ ആശയങ്ങൾ ലോകത്തൊട്ടാകെ എവിടെല്ലാം നമ്മൾ ഈ ആശയം മനസ്സിലാക്കിയ ആളുകളുണ്ടോ അവിടൊക്കെ ഈ സംഘടനയുടെ അതിൻ്റെ പ്രവർത്തനവും ഈ സംഘടന വിഭാവനം ചെയ്യുന്നതായ വിശുദ്ധമാവുന്ന ദീനിൻ്റെ ആശയാദർശങ്ങളും അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് വളരെ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി എല്ലാവരും ഒത്തൊരുമിച്ചു കൊണ്ടിട്ട് ആരും വിട്ടു നിൽക്കാൻ പാടില്ല. ഇത് വളരെ വിശുദ്ധമായ ഒരു സംഘടനയാണ്. ഈ സംഘടനയിൽ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ഈ സംഘടനയ്ക്ക് എതിരിൽ വരുന്നതായ ബിദ്അഈ പ്രസ്ഥാനങ്ങൾ, കള്ള തരീഖത്തുകളൊക്കെ ഉണ്ടാവും.
അതിൻ്റെ ആ വാദങ്ങളെയും അവരുടെ ആ തിയറികളൊക്കെ ലക്ഷ്യങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് അതിനെ നമ്മൾ നേരിടാനും അതിനെ പരാജയപ്പെടുത്താനും നമ്മൾ ശ്രമിക്കുകയും വേണം. അതിനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കന്യാകുമാരിയിലും എന്നല്ല ഈ മദ്രാസ് ചെന്നൈ സ്റ്റേറ്റിൽ ഒന്നായിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതിൻ്റെ ഘടകങ്ങളും അതിൻ്റെ മറ്റുള്ള പോഷക സംഘടനകളൊക്കെ രൂപീകരിക്കാൻ ഇവിടെയുള്ള പണ്ഡിതന്മാരൊക്കെ അതിനു വേണ്ടി ഞങ്ങളെ സഹായിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ചുള്ള പ്രവർത്തനം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാ നിലക്കുള്ളതായ സന്തോഷവും സ്നേഹവും സമാധാനവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പ്രസംഗിക്കാനുണ്ട്, അവർ പ്രസംഗിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിലക്കുള്ള സന്തോഷവും ഐക്യമൊക്കെ എന്നും നിലനിർത്തി തരട്ടെ. അസ്സലാമു അലൈക്കും.